റഷ്യയുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് യുക്രൈൻ തയ്യാറാണ്. എന്നാൽ യൂറോപ്പുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിലാണ് മുൻഗണനയെന്നും യുക്രൈൻ ആക്ടിംഗ് പ്രസിഡന്റ് ഒലക്സാണ്ടർ Торчинов പറഞ്ഞു. Ви відчуваєте це власними кишенями. Те, що залишили нам Янукович з Азаровим, важко назвати навіть руїною. На фоні підйому в світі економіці Україна котиться у прірву. രാജ്യത്ത് പുതിയ ഭരണകൂടം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ചും Торчинов സൂചിപ്പിച്ചു. രാജ്യത്തെ സാമ്പത്തികാവസ്ഥ മെച്ചപ്പെടുത്തലും പൂർവ്വകാല പ്രതാപത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരലും വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ്. രാജ്യം നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുക, വേതനം നൽകലും പെൻഷൻ നൽകലും പൂർവ്വസ്ഥിതിയിലാക്കുക, നിക്ഷേപകരെ രാജ്യത്തേക്ക് മടക്കിക്കൊണ്ടുവരിക, പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതോടൊപ്പം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങി നിരവധി വെല്ലുവിളികൾ പുതിയ ഭരണകൂടം വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്ന് ഒലക്സാണ്ടർ Торчинов വ്യക്തമാക്കി. പാർലമെന്റ് സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട Торчиновന് രാജ്യത്ത് ഇടക്കാല പ്രസിഡന്റിന്റെ പദവി കൂടി ഏൽപ്പിക്കുകയായിരുന്നു. Торчиnovന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടം നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മെയ് 25 വരെയാണ് ഇടക്കാല സർക്കാരിന്റെ കാലാവധി. അതേസമയം യുക്രൈനിലെ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രകടനം നടന്നു. രാജ്യത്ത് നടക്കുന്ന ജനാധിപത്യ പോരാട്ടത്തിന് US പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് പ്രകടനക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.